പരിക്കേറ്റുവെന്ന് കരുതി അഫാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിത്. കടുത്ത അവശതയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അഫാനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ചിരിയാണ് വരുന്നത് അഫാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. അഫാനൊരു അവർ ചോറ് വാങ്ങിച്ചു കൊടുത്ത സമയത്ത് പറഞ്ഞ കുറച്ച് വാക്കുകളാണ് കേട്ടോ, അത് ഞാൻ വായിച്ചുതരാം. മീൻകറി ഇല്ല സാറേ, ഉച്ചയൂണ് വാങ്ങി നൽകിയ പോലീസുകാരോട് അഫാൻ. ഉച്ചയൂണ് കൊടുത്ത സമയത്ത് മീൻകറി ഇല്ലെന്ന് അവൻ വിചാരിച്ചു. ജയിലിൽ ഭയങ്കര ഫുഡാണ്, മീൻകറി ഇല്ല. എന്താ പറയുക, സ്വന്തം അനിയനെയും അമ്മയൊക്കെ അമ്മ അവശ നിലയിൽ കിടക്കണം, ബോധവും ഇതൊന്നും ഇല്ലാതെ, ഒരിറ്റു ആഹാരം പോലും ഇറക്കാൻ കഴിയാതെ കിടക്കണം. അപ്പോഴാണ് ഇവനക്ക് മീൻകറി കൂട്ടിയിട്ട് ചോറില്ലേന്ന്. എന്തോ മനുഷ്യനാണല്ലേ ഇവൻ, നികൃഷ്ട ജീവി തന്നെയാണ്. സ്വന്തം മാതാപിതാക്കളെ സ്വന്തം എത്ര പേരെയാണ് ഇല്ലാതാക്കിയത്. അവനക്ക് ഒരു അംശം പോലും ഇതില്ലല്ലോ എന്നാണ് ആലോചിക്കുന്നത്. അവൻ്റെ ആ ഒരു പോക്കിലും ഇതിലൊന്നും അവനക്ക് ആ ഒരു കൂസലില്ല. അതുപോലെ തന്നെ അത് വീഡിയോ ഇതിൽ കൊണ്ട് കാണിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, തെളിവെടുപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോയത്. അതിലൊന്നും അവൻ എന്താ പറയുക, സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. അവനക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല, ഇത്രയും പേരെ കൊന്നതാണ് ഇതെന്നുള്ളതിൽ അവനക്ക് യാതൊരു ദാക്ഷിണ്യം, യാതൊരു ഇതോ ഒന്നും ഇല്ല. അവൻ ഇത്രയ്ക്ക് മാത്രം ക്രൂരനാവുന്നതിൽ ഇപ്പോഴത്തെ തലമുറ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുകയാണ്. ഇവൻ എന്താണ് ഇങ്ങനെ, എന്ത് ഇതിലാണ് ഇവൻ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്തതെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇവനെയൊക്കെ എന്താ പറയുക, നിയമത്തിൻ്റെ പോരായ്മ തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും വന്നു ചേരുന്നത്. കുറേ ഇവനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. എത്ര ആളുകളാണ് ഇവനെ സപ്പോർട്ട് ചെയ്യാനും. അഹങ്കാരത്തിന് കൈകാലും മുളച്ചവെന്ന് പറയില്ല, അവനാണ് അഫാൻ എന്ന് പറയുന്ന വ്യക്തി. എന്തായാലും ആ ന്യൂസിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിനിടെ പാങ്ങോട് സ്റ്റേഷനിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ഷോ സെല്ലിലെ ചെറിയ തിട്ടയിൽ നിന്ന് ചാടി പരിക്കേറ്റതായി അഭിനയിച്ചു. ആശുപത്രിയിൽ എത്തിയപ്പോൾ പരിക്കില്ല എന്ന് തെളിഞ്ഞെങ്കിലും തെളിവെടുപ്പ് നീളുകയാണ്. പരിക്കേറ്റുവെന്ന് കരുതി അഫാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിത്. കടുത്ത അവശതയാണ് ഒറ്റ നോട്ടത്തിൽ. നടക്കാനും വിഷമം. പ്രഭാതകൃത്യങ്ങൾക്കായി വിലങ്ങഴിച്ചപ്പോഴായിരുന്നു നാടകീയ സംഭവങ്ങളുടെ തുടക്കം. സെല്ലിലെ മുറിയും ശുചിമുറിയും തമ്മിൽ വേർതിരിക്കുന്ന ആൾമറയിൽ നിന്ന് ചാടി വീണപ്പോൾ നടക്കാൻ പറ്റുന്നില്ലെന്നും പോലീസുകാരോട് പറഞ്ഞു. അഫാനുമായി പോലീസ് ആശുപത്രിയിലേക്ക് പാഞ്ഞു. അവിടെ എത്തിയപ്പോൾ തലകറങ്ങി വീണെന്നാണ് ഡോക്ടറോട് പറഞ്ഞത്. BP അടക്കം എല്ലാം നോർമലാണെന്ന് ഡോക്ടർ. 15 മിനിറ്റിനകം തിരിച്ചിറങ്ങിയപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഇതോടെ തെളിവെടുപ്പ് ഒഴിവാക്കാനുള്ള നാടകമാണോ എന്ന സംശയം ബലപ്പെട്ടു. പരുക്ക് നാടകത്തിൽ പെട്ടുപോയത് പക്ഷേ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനാണ്. അഫാനെ ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിച്ചുടൻ പോലീസുകാരന് അപസ്മാരബാധയുണ്ടായി. കല്ലറ ആശുപത്രിയിൽ എത്തിച്ച് ഇദ്ദേഹത്തെ ECG വ്യതിയാനം കണ്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ലോക്കപ്പിലും അഫാന്റെ നാടകം തുടരുന്നതോടെ കടുത്ത സമ്മർദ്ദത്തിലായ പോലീസ് അഫാന്റെ മുത്തശ്ശി സൽമാ ബീവിയുടെ കൊലപാതകത്തിലെ തെളിവെടുപ്പ് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്. പോലീസുകാരൻ്റെ അവസ്ഥ നോക്കുവിന് വയ്യാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അപ്പം അയാൾക്കും അസ്വസ്ഥതയും ഇതൊക്കെ ആയി. ഇവൻ്റെ ഇത് നോക്ക്, മുത്തശ്ശിയെ കൊന്നതിൻ്റെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകാൻ നിന്നപ്പോഴുള്ള നാടകീയ രംഗങ്ങളാണ് ഇതൊക്കെ കണ്ടത്. ജയിലിൽ ചാടാൻ ശ്രമിക്കുക, അതുപോലെ മുത്തശ്ശിയുടെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് കൊന്ന ആ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് ഈ നാടകീയ രംഗങ്ങളൊക്കെ. ഇവന് സപ്പോർട്ട് ചെയ്യാനും കുറേ പേരുണ്ട്. അവൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. എന്ത് സാഹചര്യം, ഇപ്പോൾ അവിടെ കണ്ടില്ലേ, തല കറങ്ങി വീഴാൻ പോയി, അങ്ങനെയുള്ള നാടകീയ രംഗങ്ങളൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ബുദ്ധി പ്രയോഗിച്ച് പുറത്ത് ചാടാനുള്ള ശ്രമമായിരിക്കാം. അപ്പോൾ അവിടത്തുള്ള ആ ഒരു ഇത് നോക്കുക. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഒരു കുഴപ്പമില്ല, എല്ലാം ചെക്ക് ചെയ്ത സമയത്ത് എല്ലാം നോർമലാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അവൻ്റെ ആ കള്ളത്തരം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവനെ സപ്പോർട്ട് ചെയ്യാനും കുറേ പേരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. ഇപ്പോഴത്തെ സമൂഹത്തിനോട് തന്നെ എന്താ പറയുക, അറപ്പും വെറുപ്പാണ് തോന്നുന്നത്. നിയമത്തിൻ്റെ പോരായ്മ തന്നെയാണ്. ഇവന്മാരെയൊക്കെ ഓൺ ദ സ്പോട്ട് വെടിവെച്ച് കൊല്ലുകയല്ല, നരകിപ്പിച്ച് കൊല്ലുകയാണ് ചെയ്യേണ്ടത്. അടിച്ച് ഇതാക്കിയിട്ടും ഓരോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തോ തെറ്റ് ചെയ്ത് എന്തോ ആരെ പീഡിപ്പിച്ചതിൻ്റെ ഇതാണ് തോന്നുന്നത്. അവന് നടക്കാൻ പോലും പറ്റുന്നില്ല, അടിച്ചടിച്ചിട്ട്. ഇവിടെയല്ല, വേറെ എവിടെയോ ആണ്. കേരളത്തിൽ ഒരിക്കലും ആയിരിക്കില്ല, പുറത്തെവിടെയോ ആണ്.
അവനെ അടിച്ച് കയ്യും കാലും 2-3 പേരുണ്ട്, കയ്യും കാലും ഒക്കെ അടിച്ചിതാക്കിയിട്ട് അവർക്ക് കാല് നിലത്ത് കുത്താൻ പോലും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചെയ്യണം ഇവന്മാരെയൊക്കെ. ഇവർക്ക് ഇത് പറയുന്നത് എന്താണ്, ഇപ്പം ഫുഡ് നല്ല ഫുഡായിരിക്കും, അതിന് മീൻകറി ഇല്ല എന്നൊരു കുഴപ്പമാണ് ഇവൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്കൊന്നും എന്താണ് മീൻകറി കൂട്ടിയിട്ടുള്ള ചോറ് അല്ലെങ്കിൽ ചിക്കൻ കറി അങ്ങനെയല്ല കൊടുക്കുന്നത്. ഇവർക്കൊക്കെ ഗോതമ്പുണ്ട എന്താണ് എന്താ പറയുക, കടിച്ചാൽ പൊട്ടാത്തുള്ള പണ്ടത്തെ ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരിൻ്റെ ഇതൊക്കെ മാറും. അല്ലാതെ എന്താണ് ഇത് ഇവരെയൊക്കെ പറയുന്നുണ്ട്. ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എന്താണ് നമിച്ചു. എന്തായാലും ഇത്രയും പേരെ കൊന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ അവന് കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികളുണ്ടല്ലോ, എന്നിട്ട് നാടകീയ അംഗങ്ങൾ വേറെ. അവനക്ക് യാതൊരു ഇതിലും ഞാൻ ഇത്രയും പേരെ കൊന്നതാണ് എന്നുള്ള ഒരു ദാക്ഷിണ്യം ഒരു ഇതോ അവരുടെ അവൻ്റെ മുഖത്തില്ല. എന്തായാലും കുറച്ച് ന്യൂസും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഇളയ മകൻ അഫ്സാന്റെ മരണവിവരമാണ് ഷമിയെ അറിയിച്ചത്. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഷമി ഇപ്പോഴും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അനന്തൻ, അഫ്സാൻ മരിച്ചു എന്നറിയിച്ചു, പക്ഷേ അഫാനാണ് കൊലപാതകി എന്നറിയിച്ചില്ല, അല്ലേ? മധു, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഇത്രയും ദിവസമായി. ഈ സമയത്തൊക്കെ മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ്, തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഷമി. ഷമിയുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ മരണങ്ങളോ കൊലപാതകങ്ങളോ ഒന്നും ഷമിയെ അറിയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇളയ മകൻ അഫ്സാന്റെ മരണം പോലും അറിയിച്ചിരുന്നില്ല. പല ബന്ധുക്കളുമൊക്കെ വരുമ്പോൾ ഷമി ഈ ഇളയ മകൻ അഫ്സാന്റെ കാര്യമാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ബന്ധുവീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു ബന്ധുക്കൾ. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ഈ സ്ഥലം സന്ദർശിക്കുകയും ഷമിയൊക്കെ കാണുകയും ചെയ്തു. അപ്പോഴും ഇളയ മകന്റെ കാര്യം ചോദിച്ചു. ഇതിനുശേഷമാണ് ഡോക്ടർമാർ ഇളയ മകന്റെ മരണവിവരം അറിയിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം ഡോക്ടർമാരാണ് ഈ ഇളയ മകൻ അഫ്സാൻ മരിച്ചു എന്ന് ഷമിയെ അറിയിച്ചത്. ഭർത്താവ് റഹീമിന്റെ കൂടി സാന്നിധ്യത്തിലാണ് ഈ വിവരം അറിയിച്ചത്. അപ്പോൾ തന്നെ പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തു. മറ്റു കാര്യങ്ങളൊന്നും, എങ്ങനെയാണ് മരണം സംഭവിച്ചത്, മൂത്ത മകൻ അഫാന്റെ കൊലപാതക കാര്യങ്ങളൊന്നും അവരെ അറിയിച്ചില്ല. കാരണം അവരുടെ തലച്ചോറിൽ ഇപ്പോഴും ക്ഷതമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത് താങ്ങാനുള്ള ഒരു ശേഷി അവർക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളോ വിശദാംശങ്ങളോ ഒന്നും അറിയിക്കാതെ ഇളയ മകൻ അഫ്സാന്റെ മരണവിവരം മാത്രം അവരെ അറിയിച്ചത്. അതോടുകൂടി വലിയ സങ്കടത്തിലേക്ക് ഷമി മാറുകയും ചെയ്തു. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഉമ്മയെ ഇളയ മകൻ മരിച്ച വിവരം അറിഞ്ഞു. സ്വാഭാവികമായിട്ടും അവർക്ക് അവർ കാര്യങ്ങൾ ചിന്തിക്കാൻ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു ആധി കൂടിയായിരിക്കും ഇപ്പോഴും ഉണ്ടാവുക. പക്ഷേ മൂത്ത മകനാണ് ഇങ്ങനെയുള്ള ഒരു കുടുംബം. ആ ഉമ്മാക്ക് തലയ്ക്ക് ഭയങ്കര ക്ഷതമായിട്ടിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം ഇളയ മോൻ മരിച്ചതിൻ്റെ കാര്യം പറയണ്ടായിരുന്നു. എത്രമാത്രം വേദനിക്കുന്നുണ്ടാവില്ല, തലയ്ക്കൊക്കെ ക്ഷതമായിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും അതൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സങ്കടം ആ ഉമ്മയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ. ഇളയ മോനും പോയി, മൂത്ത മോൻ്റെ അവസ്ഥ ഇങ്ങനെ, അവനിങ്ങനെ അവസ്ഥ എന്നല്ല, അവൻ്റെ ഇത് അങ്ങനെ വല്ലാത്തൊരു ഇത് തന്നെയാണ്. എന്താ പറയുക, മക്കളെ എങ്ങനെ തന്നെ നമ്മൾ വളർത്തി വലുതാക്കി ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോഴുള്ള മക്കളുടെ ആ ഒരു പോക്കും ഇതൊക്കെ പേടി തന്നെയാണ് മക്കളെ വളർത്തുന്നത്. ആണ് പെണ്ണ് വ്യത്യാസം, ആണ് പെണ്ണെന്നൊന്നും പറയുന്നില്ല. എല്ലാ മക്കളും ഇപ്പോഴത്തെ തലമുറ തന്നെ എങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ കുറേ കമൻറ്റുകൾ കണ്ടു, ആ പഴയ കാലഘട്ടം വരണം, അധ്യാപകർക്ക് ചൂരൽ കൊടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശരിയുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ അധ്യാപകരെ തന്നെ മർദ്ദിക്കുന്ന ആ ഒരു ഇതാണ്. ആരെയും പേടിയില്ല ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്ന ഇതിന്. ആരെയും പേടിയില്ല, ആരെയും വിലയില്ല. ഏതാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പോലും നിശ്ചയമില്ല. അവർ തോന്നിയ പോലെ കാണിച്ചു കൂട്ടുന്നു. എന്തായാലും ആ ഉമ്മാൻ്റെ അവസ്ഥ ഒരുപാട് പരിതാപകരം തന്നെയാണ്. ഇത്രയും പേര് മരിച്ചു എന്നൊന്നും ആ ഉമ്മാനോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം മോന് പോയി, അതുപോലെ സ്വന്തം മോനാൽ എത്രയും ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഭയാനകരം തന്നെയാണ്. എന്താണെങ്കിലും എല്ലാം താങ്ങാനുള്ള ക്ഷമയും ഇതെല്ലാം ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒരുപാട് സങ്കടം ഉണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക, ഉമ്മാക്ക് ക്ഷമ നൽകാനും. അതുപോലെ ആ ഉപ്പാൻ്റെ ആ ഒരു സിറ്റുവേഷനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് വിഷമം ഉണ്ട് ഈ ഒരു അവസരത്തിൽ. എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തായാലും ഇത്രയുള്ള ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.